ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫിസിക്സിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ആദ്യം നമുക്ക് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും കൂടി നോക്കാം. ആദ്യം നമ്മൾ ബേസിക് യൂണിറ്റ്സുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഒരു 7 ബേസിക് ക്വാണ്ടിറ്റികളും അവയുടെ യൂണിറ്റും. അപ്പോൾ അവ ഏതൊക്കെയെന്ന് ഒന്നും കൂടി നോക്കാം. ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലുമിനസ് ഇൻറ്റൻസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ലെങ്ത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ, അതിൻ്റെ സിമ്പലാണ് എം. മാസിൻ്റെ കിലോഗ്രാം, സിമ്പൽ kg. ടൈമിൻ്റെ സെക്കൻഡ്, സിമ്പൽ എസ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംബിയർ, സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ എ. ടെമ്പറേച്ചർ കെൽവിൻ, represented as K, capital letter K. Luminous intensity candela, then symbol CD. Then quantity of substance mole, represented as MOL, mole. Okay. Then next one, scalar and vector. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണത്. സ്കേലാർ ആൻഡ് വെക്റ്റർ. സ്കേലാർ ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റികൾക്കും എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. അതിന് ഡയറക്ഷൻ ഉണ്ടോ ഇല്ലേ നോക്കുന്നതിനനുസരിച്ചാണ് സ്കേലാറും വെക്ടറുമായിട്ട് തിരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ കൂടെ മാഗ്നിറ്റ്യൂഡ് എന്തായാലും ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അത് വെക്ടറാണ്, ഡയറക്ഷൻ ഇല്ലെങ്കിൽ അതെന്താണ്? സ്കേലാറാണ്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അതിന് എക്സാമ്പിളാണ് ലെങ്ത്ത്, മാസ്, ടൈം. അപ്പോൾ ഈ 3 ക്വാണ്ടിറ്റികൾ ലെങ്ത്ത്, മാസ്, ടൈം, അതിനൊന്നും എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. ദെൻ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റികൾക്ക് എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ഫോഴ്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ടോട്ടൽ പാത്തിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ. അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അതല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അതെന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ എഴുതാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡയറക്ഷൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? ഡയറക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. പക്ഷേ രണ്ടിൻ്റെയും യൂണിറ്റ്, ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ തന്നെയാണ്. ഇപ്പോൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഡെഫിനേഷൻ തന്നെ എഴുതുക. പിന്നെ എഴുതേണ്ടത് ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ. അപ്പോൾ അത്രയും. അടുത്ത് നമ്മൾ അതിൻ്റെ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു കുട്ടി ബി എന്നുള്ള പോയിന്റിലോട്ട് സൈക്കിൾ ഓടിച്ച് വരികയെന്ന് വിചാരിക്കും. ഓക്കെ. ബി ആ കുട്ടിയുടെ വീട്ടിലെത്തി. അപ്പോൾ 4 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് സി എന്നുള്ള പോയിന്റിലേക്ക് 3 മീറ്ററും സഞ്ചരിച്ചു. അപ്പോൾ കുട്ടി മൊത്തം സഞ്ചരിച്ച ദൂരം, അതായത് ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 7 മീറ്ററാണ്. ഓക്കെ. അതായത് ടോട്ടൽ പാത്ത് കവേർഡ്. ഓക്കെ, 7 മീറ്റർ. ബട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എ മുതൽ സി വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നോക്കുക. അപ്പോൾ എത്ര ഉള്ളൂ? അത് 5 മീറ്റർ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 5 മീറ്റർ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ അത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇത് മുതലാണ് എഴുതേണ്ടത്, സ്പീഡ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ സ്പീഡ് നമ്മൾ പഠിച്ച ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും വെച്ചിട്ടാണ് കാണുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കറിയാം, നമ്മളെപ്പോഴാണ് ഒരു വാഹനം വേഗത കൂടുതലാണെന്ന് പറയുന്നത്?
അല്ലെങ്കിൽ വേഗത ഉണ്ട് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സഞ്ചരിക്കുന്ന ദൂരം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുക ഒരു വസ്തുവിൻ്റെ വേഗത കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ സ്പീഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? ദൂരത്തിനെയും സമയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ വരിക? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡുമാണ്. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താവും വരിക? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിസ്റ്റൻസും ടൈമും സ്കേലാറാണ്. അതുകൊണ്ട് തന്നെ സ്പീഡും എന്ത് തന്നെയാണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, യൂണിറ്റ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ്. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ദെൻ വെലോസിറ്റി. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സെയിം തന്നെയാണ്. എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മീറ്ററും ടൈമിൻ്റെ എന്താണ്? സെക്കൻഡാണ്. പക്ഷേ വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റിയാണ്? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ എക്സാമിന് നിങ്ങളോട് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ആദ്യം എഴുതുക. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ബട്ട് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഏത്? സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. യൂണിറ്റ് ഡിഫറൻസിൽ എഴുതാൻ പറ്റില്ല, കാരണം രണ്ടിൻ്റെയും യൂണിറ്റ് എന്താണ്? സെയിം ആണ്. യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്സിലറേഷൻ. ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ട് എന്ന് എപ്പോഴാണ് പറയാം? ഒരു വസ്തുവിൻ്റെ വെലോസിറ്റിയിൽ മാറ്റം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ആ വസ്തുവിൽ ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബസ്സിൻ്റെ വേഗതയിൽ, അതായത് വെലോസിറ്റിയിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ആ മാറ്റം വരാത്ത ടൈം ഇൻ്റർവെല്ലിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. ഓക്കെ, ഇപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ബസ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും 40 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയിൽ എന്ത് വന്നിട്ടില്ല? മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ആ ടൈം ഇൻ്റർവെല്ലിൽ ആക്സിലറേഷൻ എന്താ വരിക? 0. ആക്സിലറേഷൻ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് സ്റ്റാർട്ടാക്കിയിട്ട് അതിൻ്റെ വേഗത വർദ്ധിച്ചു വരിക എന്ന് വിചാരിക്കുക. അതായത് വെലോസിറ്റി കൂടി വരുന്നു. അപ്പോൾ ആ ബസ്സിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ആ സമയത്തിനുള്ളിൽ ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ റിലേറ്റ് ചെയ്യുന്നുണ്ട് ആക്സിലറേഷന്? ആക്സിലറേഷന് റിലേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ ഒന്നെന്താണ്? വസ്തുവിൻ്റെ വെലോസിറ്റിയിൽ മാറ്റം വരണം. എന്തിനനുസരിച്ച്? സമയത്തിനനുസരിച്ച്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതായത് വെലോസിറ്റിയിൽ വരുന്ന മാറ്റം എന്തിനനുസരിച്ച്? സമയത്തിനനുസരിച്ച്. ദാറ്റ് ഈസ് നോൺ ആസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ നിങ്ങൾ ഹൈസ്കൂളിൽ കേട്ടിട്ടുണ്ടാവും. ത്വരണം എന്ന് പറയുന്നത് വെലോസിറ്റി പ്രവേഗമാണ്. അതായത് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. അതിൻ്റെ ഇംഗ്ലീഷാണ് ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയിൽ സമയത്തിനനുസരിച്ച് വരുന്ന മാറ്റം, അതായത് വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, അതാണെന്ത്? ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? വെലോസിറ്റീൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡാണ്. മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് ഒന്നും കൂടി എന്ത് ചെയ്യുക? ടൈം കൊണ്ടായിരിക്കുക. അപ്പോൾ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശ്രദ്ധിക്കണം, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ആക്സിലറേഷൻ ഏത് ക്വാണ്ടിറ്റിയാണ്? ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എങ്ങനെ കാണാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ച് കാണണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യണം. ഓക്കെ, ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യണം. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് കാണണമെങ്കിലോ എന്തുകൊണ്ടായിരിക്കേണ്ടി വരും? ടൈം കൊണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെ കാണാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഒന്നുകൂടി, ആക്സിലറേഷൻ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ്
ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഇനി അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഇഫ് യു ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, യു എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെലോസിറ്റി. കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ വെലോസിറ്റി മാറുമെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ വി ഈസ് ദ ഫൈനൽ വെലോസിറ്റി. യു എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റിയും വി ഫൈനൽ വെലോസിറ്റിയും ടി ടൈമുമാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെ കാണാം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, അപ്പോൾ വി മൈനസ് യു ചെയ്തതിന് ശേഷമേ എന്തുകൊണ്ടായിരിക്കാൻ പാടുള്ളൂ? ടൈം കൊണ്ടായിരിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വി മൈനസ് യു ഓൾ ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ അതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. If u is the initial velocity, v is the final velocity and t is the time, then a equal to v minus u divided by t. v minus u divided by t. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമുക്കൊന്നുകൂടി നോക്കാം. ഒരു ബസ് ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ടൈമിൽ അതിനെന്തില്ല? ആക്സിലറേഷൻ 0 ആണ്. കാരണം വെലോസിറ്റിയിൽ മാറ്റം വരുന്നില്ല. നിർത്തിയിട്ടിരിക്കുന്ന ബസ് സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ടൈം ഇൻ്റർവെല്ലിൽ അതിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. കാരണം വെലോസിറ്റിയിൽ മാറ്റം വന്നു. ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ഡ്രൈവർ ബ്രേക്ക് ഇട്ട് നിർത്തുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടോ ഇല്ലേ? ആ സമയത്തും വസ്തുവിന് എന്തുണ്ട്? അല്ലെങ്കിൽ ആ ബസ്സിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ വെലോസിറ്റി 0 ആയി മാറണം നിർത്തുന്ന സമയത്ത്. അപ്പോൾ വെലോസിറ്റിയിൽ എന്ത് വന്നിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ അവിടെയും ഉണ്ട്. പക്ഷേ അവിടെ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, ദാറ്റ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. അപ്പോൾ അത് നിങ്ങൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പഠിക്കും. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓക്കെ, then next one, acceleration due to gravity. അപ്പോൾ നമ്മളൊരു 10 നില ഉയരമുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ല് താഴോട്ട് ഇടുക എന്ന് വിചാരിക്കാം. താഴോട്ട് വരുംതോറും അതിൻ്റെ വേഗത എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിക്കൂടി വരും. താഴെ വരുംതോറും അതിൻ്റെ വേഗത കൂടിക്കൂടി വരും. അതായത് വെലോസിറ്റി കൂടും. അപ്പോൾ താഴോട്ട് വരുന്ന ആ വസ്തുവിൻ്റെ വെലോസിറ്റി കൂടുന്നുണ്ടെങ്കിൽ അവിടെ എന്തനുഭവപ്പെട്ടിട്ടുണ്ടാവും? ആക്സിലറേഷൻ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എന്തുകൊണ്ടാണത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നറിയപ്പെടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഏതൊരു വസ്തുവും താഴോട്ട് പതിക്കാനുള്ള കാരണം ഭൂമിയുടെ ആകർഷണ ബലമാണ്. ആ ആകർഷണത്തിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂഗുരുത്വാകർഷണം. ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ആക്സിലറേഷൻ, അതായത് ഭൂഗുരുത്വാകർഷണ ത്വരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയുടെ ആകർഷണ ഫലമായി ഉണ്ടാവുന്നത് കൊണ്ടാണ് താഴോട്ട് വരുന്ന ഏതൊരു വസ്തുവിൻ്റെയും വേഗത കൂടിക്കൂടി വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി, താഴോട്ട് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ കേസിൽ ആക്സിലറേഷൻ ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ താഴോട്ട് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ കേസിൽ ആക്സിലറേഷൻ അറിയപ്പെടുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എങ്ങനെ പതിക്കണം? സ്വതന്ത്രമായി പതിക്കണം. ഫ്രീലി ഫാളിംഗ് ആണ്. ഓക്കെ, അപ്പോഴാണ് ആക്സിലറേഷൻ എന്തായി അറിയപ്പെടുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ ലെറ്റർ ജി. സ്മോൾ ലെറ്റർ ജി ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വാല്യൂ ഈസ് കോൺസ്റ്റൻറ്റ്. ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുന്ന വസ്തുവിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
ഈ നമ്മളിപ്പോൾ 10 നിലയുടെ മുകളിൽ നിന്ന് ഒരു കല്ലിടുന്ന എക്സാമ്പിൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ 10 നിലയുടെ മുകളിൽ നിന്ന് തന്നെ ഒരു ഭാരമുള്ള കല്ലും ഒരു ഭാരം കുറഞ്ഞ കല്ലും താഴോട്ടിടുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുന്നത്? ചിലർക്കെങ്കിലും അഭിപ്രായം ഉണ്ടാവും ഭാരം കൂടിയ കല്ല് താഴെ എത്തുന്നു. ഓക്കെ, പക്ഷേ ഭാരം കൂടിയ കല്ലല്ല താഴെ എത്തുക, 2 കല്ലും ഒപ്പമേ താഴെ എത്തുകയുള്ളൂ. അതിനുള്ള കാരണം എന്താണ്? താഴോട്ട് വരുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ താഴോട്ട് വരുന്ന ഏതൊരു വസ്തുവിനും ഓരോ സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയുള്ള മാറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ കല്ലോ വലിയ കല്ലോ ഭാരം കൂടിയതോ കുറഞ്ഞതോ എന്നില്ല, ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന മാറ്റം 9.8 വെച്ചായിരിക്കും. അതുകൊണ്ട് 2 കല്ലും താഴെ എത്തുന്നത് എന്തായിരിക്കും? ഒരേ സമയത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. എ കാർ ആക്സിലറേറ്റ്സ് ഫ്രം 20 മീറ്റർ പെർ സെക്കൻഡ് ടു 60 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 5 സെക്കൻഡ്. ഫൈൻഡ് ദ ആക്സിലറേഷൻ. അതായത് 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഒരു കാറിൻ്റെ വെലോസിറ്റി 60 മീറ്റർ പെർ സെക്കൻഡായി. എത്ര സമയം കൊണ്ട്? 5 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ആക്സിലറേഷൻ എത്ര? എന്തായാലും ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ടാവും, കാരണം 20 എന്നുള്ളത് 60 മാറി. അപ്പോൾ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, v - u/t. അപ്പോൾ ഇവിടെ u എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി. ആദ്യം അതിൻ്റെ വെലോസിറ്റി എത്ര ആയിരുന്നു? 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി v എത്ര? 60 മീറ്റർ പെർ സെക്കൻഡ്. എത്ര സമയം? t 5 സെക്കൻഡ്. അപ്പോൾ a ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിക്ക് പകരം എത്ര കൊടുക്കുക? 60 - 20 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 60 20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 5. 40നെ 5 കൊണ്ട് ഹരിച്ചാൽ 8. ഓക്കെ, 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. 20 എന്നുള്ളത് 60 മാറി. അപ്പോൾ ചേഞ്ച് എത്ര വരിക? 60 - 20. എത്ര സമയം കൊണ്ട്? 5. അപ്പോൾ 60 - 20 ബൈ 5 ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ നെക്സ്റ്റ്, എ ബൈക്ക് ആക്സിലറേറ്റ്സ് ഫ്രം റെസ്റ്റ് ടു എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 10 സെക്കൻഡ്. ഫൈൻഡ് ദ ആക്സിലറേഷൻ. അപ്പോൾ ബൈക്ക് ആക്സിലറേറ്റഡ് ഫ്രം റെസ്റ്റ് ടു എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. റെസ്റ്റിലായിരുന്നു, പിന്നെ എത്ര സ്പീഡായി? 40 മീറ്റർ പെർ സെക്കൻഡ്. എത്ര സെക്കൻഡ് കൊണ്ട്? 10 സെക്കൻഡ് കൊണ്ട്. ഫൈൻഡ് ദ ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബൈക്ക് എന്തിലാണ് ആദ്യം? റെസ്റ്റിലാണ് അല്ലേ? ബൈക്ക് റെസ്റ്റിലാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആണ്. ഇത് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥയിൽ വസ്തുവിന് വെലോസിറ്റി ഉണ്ടാവുമോ? ഇല്ല. എന്തായിരിക്കും? 0. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0യും ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 40 ആണ്. എത്ര സെക്കൻഡ് കൊണ്ട്? 10 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെ കാണാം? അപ്പോൾ u ഈക്വൽ ടു 0, v ഈക്വൽ ടു 40 മീറ്റർ പെർ സെക്കൻഡ്, t ഈക്വൽ ടു 10 സെക്കൻഡ്. ദെൻ a ഈക്വൽ ടു v - u/t. ഓക്കെ, ദെൻ a ഈസ് ഈക്വൽ ടു 40 - 0 all divided by 10. That is 40 by 10 equal to 4 meter per second square. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ 20 നിന്ന് 60 ആയിരുന്നു. അപ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി ഉണ്ടായിരുന്നു. ഈ കേസിൽ എന്താണ്? റെസ്റ്റിലുള്ള വസ്തു 40 മീറ്റർ പെർ സെക്കൻഡിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ എന്താണ്? 0യും ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 40 ആണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ദെൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ a ഈക്വൽ ടു v - u/t. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി ആക്സിലറേഷൻ ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് g, സ്മോൾ ലെറ്റർ g. ഇപ്പോൾ സ്മോൾ ലെറ്റർ g തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ g വേറെ റെപ്രസെൻറ്റേഷൻ ഉള്ളതാണ്. ദെൻ g ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, then okay, thank you.